സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. എന്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുടുംബത്തിലേക്ക് യേശു നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തോരം അസ്വസ്ഥതകൾ ഉണ്ടാവും. യേശു നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം നമുക്ക് വന്നു ചേരും. എല്ലാ ടെൻഷനുകളുമാണ്, പലവിധ രോഗങ്ങളാലും നമുക്ക് എന്തെടുത്താലും നമുക്ക് ദുഃഖവും വേദനകളും സങ്കടങ്ങളും ഒക്കെയാണ്. ദേഷ്യവും നമുക്ക് വിദ്വേഷവും വെറുപ്പും എല്ലാം നമുക്ക് വന്നുകൂടും യേശു നഷ്ടപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് യാചനാപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തിരുക്കുടുംബമായി മാറുവാനായി നമുക്ക് പരിശ്രമിക്കാം. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാ കാര്യങ്ങളും നടത്തി നല്ല ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും തരണമേ എന്ന് നമുക്ക് യാചനാപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ക്രിസ്ത്യാനിയാണോ അവൻ സുവിശേഷം പ്രവചിക്കേണ്ടത് തന്നെ വരും. യേശു അതിനെ ഏൽപ്പിച്ചേക്കണേ. പല രീതിയിലാണെന്നേ ഉള്ളൂ. സുവിശേഷം പ്രവചിക്കാത്ത ഒറ്റ ക്രിസ്ത്യാനി ഈ കർത്താവ് അംഗീകരിക്കുന്നുള്ളൂ. സ്വപ്നത്തിൽ വിചാരിച്ചേക്കരുത്. യേശുവെ നന്ദി. അതെല്ലാം സഭ തെരഞ്ഞെടുപ്പിങ്ങനെ വിട്ടേക്കണ മാർപ്പാപ്പയുടെ കടലാസ് ഒക്കെയുണ്ട് എനിക്ക്. യേശുവെ നന്ദി. ഏക വ്യക്തിയാണ് കേരളത്തിലെ ആരുടെയ ഞാൻ പറഞ്ഞത്. പിന്നെ സകല ക്രിസ്ത്യാനിയുടെ ചെയ്യേണ്ട വേല ഒഴിവ് കിടക്കുമെന്നാ ആരും ഫോണിൽ നിന്ന് പോയിക്കാൻ. ഇപ്പം കൊച്ചു പറഞ്ഞു ആ വേദന അറിഞ്ഞോന്ന്. നിങ്ങൾ ബൈബിൾ നോക്കിയോ? ബൈബിളിൽ യേശു ദൈവം ബൈബിളിൽ ഏറ്റവും വേദനിക്കുന്നത് ആരെ കൊണ്ടാ? ആരെ കൊണ്ടാ? പക്ഷേ ഉറക്കപ്പെടാ. നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ടോ? ക്രിസ്ത്യാനിയെ കൊണ്ടാ ദൈവം ഏതെങ്കിലും ബൈബിളിൽ ഹിന്ദുക്കളുടെ സാക്ഷി അല്ലാതെ ഒരു ക്രിസ്ത്യാനി സാക്ഷി ഏതെങ്കിലും ബൈബിളിൽ കാണിച്ചു തരാമോ?
അന്നേ തുടങ്ങിയ കർത്താവ് ഇവരെ സൃഷ്ടിയിൽ മണ്ടത്തരം പറ്റി. കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് മനുഷ്യർ ഇതൊക്കെ സൃഷ്ടി നന്നായിരുന്നു, പക്ഷെ മനുഷ്യരുടെ സൃഷ്ടിയിലേക്ക് മണ്ടത്തരം പറ്റിയെന്ന രേഖ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. യേശു നന്ദി. ദൈവത്തിന് മണ്ടത്തരം പറ്റി എന്ത് പറ്റി? ദൈവത്തിന് ചായ കുറെ മനുഷ്യരുടെ സൃഷ്ടിയിലെ പറ്റിപ്പോയത്. അതൊക്കെ ഇപ്പോൾ ശാത്തായി, കൊച്ചു കൊണ്ടൊക്കെ ശാത്താനായിപ്പോയി. അവിടെ പ്രിയപ്പെട്ടവനെ, ഇന്ന് എവിടെ പോയി നോക്കിക്കോ, എവിടെ പോയി നോക്കിയാലും ശരിയായ രീതിയിൽ വചനം പഠിപ്പിച്ചില്ല. ഞാൻ കുർബാനയെപ്പറ്റി പ്രസംഗിക്കുന്നതാണ്, ഇടവ പ്രസംഗിക്കില്ല. ഇടവ പ്രശ്നത്തെ ഇടവയ്ക്ക് അടി പിടിച്ച് നാട്ടുകാർ തല്ലി പൊളിച്ചത് അവിടെ പ്രസംഗിക്കാത്ത ഒത്തിരി ഇടവയിൽ ബുക്കിംഗ് ആയതുമാണ്. എന്നെ ഔദ്യോഗികമായി കുർബാന ചെല്ലണം, നീ കുർബാനയെപ്പറ്റി ക്ലാസ് എടുക്കുന്ന ചെല്ലാനല്ല, കുർബാന ക്ലാസ് എടുക്കുമ്പോൾ ഔദ്യോഗികമായ രേഖയിൽ ഞാനും പെണ്ണുങ്ങൾ എൻ്റെ വീട്ടിൽ 10-15 കൊല്ലത്തെ എനിക്കത് ഇതുള്ളതാണ്. അത് ഞാൻ കർത്താവിൻ്റെ ശപഥം ചെയ്തിരുന്നു, യേശു ദൈവത്തിനോട് ശപഥം ചെയ്തിരുന്നു. ഇത് അൽമാനാണ്, ഞാൻ ശപഥം ചെയ്തിരുന്നു. ഇത് ഞാൻ ആരോടും മിണ്ടില്ല. ഔദ്യോഗികമായിട്ട് സഭാ പിതാക്കന്മാർ ഔദ്യോഗികമായ പിതാവ് എന്നെ വിളിച്ചാൽ മാത്രമേ അത് പുറത്ത് മിണ്ടുള്ളൂ. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യ എടാത്തിരിക്കുക. ഞാൻ മദ്രാസ് ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്ന് എടാത്തിരിക്കുക. 2 ആഴ്ച പോയായിരുന്നു, 2 ആഴ്ച കഴിഞ്ഞ് വന്നേ. അപ്പോൾ ഭാര്യ എന്നോട് വേറെ ചോദിച്ചു, ഞങ്ങൾ നമ്മൾ എടാത്തിരിക്കുക. ഒരു ചെറിയ റോഡ് സൈഡിലാണ് വീട്, ഇവിടെ അടുത്താണ്. എടാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് പിതാവൻ പാവനായിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ഉള്ളിൽ രോമാഞ്ചം കയറി. ഇതെന്തായാലും ഇപ്പോൾ ഈ പിതാവിനെ വിളിക്കാൻ കാരണം അപ്പോൾ ഭാര്യ അടുത്തിരിക്കുക. ഒരു കണ്ടു പറഞ്ഞു, മാത്തുവിനെ എങ്ങനെ പഠനത്തിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അത് തന്നെയല്ല, മാത്യു പഠനത്തിൽ എടുത്തു വയലക്ഷനെ നിന്നെ എടുത്തത്. അതുകൊണ്ട് നീ ഇനി മറ്റേ സാധനം ധ്യാനം അല്ല നയിക്കണ്ടേ, നിനക്ക് ഇതെല്ലാം ഉള്ള ഞങ്ങളെല്ലാം തീരുമാനിച്ചു, അങ്ങനെ നിനക്ക് അതിൻ്റെ സ്ഥാനം തരുക. പിന്നെ നീ അതിനെ കുർബാനയെ പറ്റി ആദ്യം പ്രസംഗിക്കുന്നതാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഭാര്യ അറിയില്ലോ ഇതെന്നാന്ന്. ഏങ്ങനെ അടുത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലം കൊണ്ട് അങ്ങോട്ട് കയറി മുട്ടുകുത്തുന്ന കരഞ്ഞ് കുറേ നേരം. എന്നാ കരയാൻ കാരണം, സഭയുടെ പിതാക്കന്മാർ അധിയോഗമായ ആർച്ച് ബിഷപ്പ് മാത്തു കുർബാനയെ പറ്റി പ്രശ്നം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് ഗൗരവം നമുക്ക് അറിയാമല്ലോ. സ്കൂളിൽ പഠിക്കാത്ത വ്യക്തിയാണ് പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ കുർബാനയെ പറ്റി ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ധ്യാനം തുടങ്ങണേ. 2 ദിവസമേ ഉള്ളൂ ധ്യാനം തുടങ്ങും. തളിപ്പറമ്പ് ദേശം വെച്ചാൽ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോൾ ഞാനെല്ലാം പേടിച്ച് കുറച്ചിങ്ങനെ നിൽക്കണതാണ്. അപ്പം പിതാവ് കുർബാന കയറും, അല്ലെങ്കിൽ പിതാവ് അവിടെ ഇല്ലെങ്കിൽ അച്ഛൻ കയറും, അല്ലെങ്കിൽ വലിയ പിതാവിനെ പഴയ വാർദ്ധക്യ പിതാക്കന്മാരുണ്ട്, അവർ ആരെയും കയറും. കയറി കഴിയുമ്പോൾ പിതാവ് ചോദിക്കും, എന്താ പേടിച്ചെല്ലാവരും നിൽക്കുന്നത്? ആരും മിണ്ടില്ല. എന്നിട്ടും അച്ഛൻ എന്നിട്ട് പിതാവ് പറയും, ഇന്ന് നിങ്ങളൊരു നല്ലോണം ബലിയിൽ പങ്കെടുക്കും, ഇന്ന് നിങ്ങൾ നല്ലോണം ബലിയിൽ പങ്കെടുക്കും. എൻ്റെ ഭാര്യയൊക്കെ കൊണ്ടുപോയി കേൾപ്പിക്കുക. എൻ്റെ ഭാര്യ കൂടെ പഠിപ്പിക്കണേ, ഈ കേൾക്കട്ടെ. ഭാര്യ ഞാനെല്ലാം പറഞ്ഞത് കേൾക്കട്ടെ. എന്നെ കൂടെ പഠിപ്പിച്ചില്ലേ ശരിയാവോ? എന്നിട്ട് പ്രിയപ്പെട്ട ചുരുക്കം പറയാം, ആ കുർബാന കഴിഞ്ഞ ഞങ്ങളുടെ ധ്യാനം തീരുന്ന നേരത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ബഹളം. പക്ഷേ സാക്ഷ്യം പറയണമല്ലോ, ഇത് സഭ പഠിപ്പിച്ചെന്നില്ല, പിതാക്കന്മാർ ആരൊക്കെ അവിടെ ഇരിക്കുന്നത്? പിതാക്കന്മാർ പഠിപ്പിച്ചെന്നില്ല, അച്ഛന്മാർ പഠിപ്പിച്ചെന്നില്ല, ഒരു ധ്യാനത്തിന് പഠിപ്പിച്ചെന്നില്ല, വേദപാഠത്തിന് പഠിപ്പിച്ചെന്നില്ല. ഈ അൽമാനല്ലേ ഇങ്ങനെ പഠിപ്പിച്ചെന്നേ? അല്ലെങ്കിൽ ഈ ഇങ്ങനെ പഠിപ്പിച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശാവോ ഇങ്ങനെ ശിക്ഷ കിട്ടുമെന്നാ ജനം മുഴുവൻ ബഹളത്തിൻ്റെ ബഹളമാക്കി. കൂടി ജനമൊക്കെ സാധാരണ ലോക്കലിലാന്നൊക്കെ ഈ കുർബാന ആ ഞങ്ങളുടെ പഠനജാനം അതിന് വന്നത്. വളരെ എല്ലാ പള്ളിയിലെയും കണ്ണൂർ ജില്ലയുടെയും ഇവിടുത്തെ വലിയ വലിയ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും കമ്മിറ്റിക്കാർ കൈക്കാരന്മാരും അങ്ങനെയുള്ള ഈ കുറേ പ്രവർത്തിക്കാരെ വന്നുവിടുന്നത് എല്ലാം ബഹളമാക്കി. പഠിപ്പിച്ചതില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിതാവ് പറയും, ശാന്തമായി എല്ലാവരും ഇരിക്കാൻ പറയും. കൂടി നോക്കണമെന്നും എല്ലാവരും ഇരിക്കാൻ പറയും. എല്ലാവരും ഇരിക്കും. ഇരുന്നിട്ട് പിതാവ് ചോദിക്കും, നിങ്ങൾക്ക് ബൈബിൾ തന്നിട്ടില്ലേ? ഉണ്ട്. ശ്രദ്ധിക്കാട്ടോ, ബൈബിൾ തന്നിട്ടില്ല, ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കൽപ്പന തന്നിട്ടില്ല, ഉണ്ട്. സഭയുടെ പണങ്ങൾ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കുർബാനയൊക്കെ എല്ലാവർക്കും പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അതൊക്കെ തന്നു. എന്നിട്ട് ഒറ്റപ്പറച്ചിൽ പിതാവ്. അപ്പം പിന്നെ അതും മാത്രമേ പള്ളിയുള്ളൂ. എൻ്റെ ഇത് മാത്രമേ ഈ മാസത്തിനും കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് കിട്ടി എന്ത് ചെയ്യുന്നു ചോദിക്കും. ദേവല്ല നെയ്വേലിൽ മിഷൻ എല്ലാം ചലിച്ചപ്പോൾ നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും മിഷൻ വർക്കുള്ള അവിടെ എന്നെ കൊണ്ട് പലരും പോയിട്ട് മിഷൻ ചലിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ തലശ്ശേരി ഒരാളെന്ന് അവർക്ക് മനസ്സിലായി. തലശ്ശേരി പിതാവിനെ വിളിച്ചപ്പം അത് അൽമാന പിന്നെ പുൽപ്പുള്ള ഞങ്ങളുടെ ടീമിലുള്ള അതെന്ന് പറഞ്ഞു. അത് നിങ്ങൾ വന്നാലും പുള്ളി പോരുള്ളൂ, ഞങ്ങൾ പറഞ്ഞാൽ വരില്ല. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് ഒരാൾ വന്ന് എന്നെ നോക്കിക്കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഏരിയ മുഴുവൻ ചലിക്കാണ്ട് എടുക്കുക.
ലോകം മുഴുവൻ അത് 3 ദിവസം 4 ദിവസം കാരണത്ത് നടന്ന തീരാത്ത മിഷൻ സെറ്റ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ നോക്കി അവർ കാണിച്ചു തരും. ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് വന്നാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു മല ഉണ്ടാവണമൊക്കെ കാണാൻ പറ്റും. നെയ്വേലിയിൽ ഫോണടിച്ചൊക്കെ കിട്ടും കേട്ടോ, അത്ര വലിയ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അവിടെ ചെന്ന് ഒരു ദിവസം എന്നെ അയാൾ കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നേരമില്ല, എനിക്ക് ഈ ലോകത്തിൻ്റെ കൊച്ചു പറഞ്ഞ ലോകത്തിൻ്റെ ഒന്നും എനിക്ക് വേണം. അപ്പം ഞാൻ കണ്ട സാറെന്ന് പറഞ്ഞ് കാണിച്ചു. ഒരു ദിവസം കൊണ്ടുവന്നു. പിന്നെ എനിക്ക് മല്ലു പിടിച്ച് പോകാൻ ഇവരും കയറ്റി വിടുകയും ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പ്ലെയിനിൽ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് ട്രെയിൻ തന്നാൽ മതി, ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് സമയമില്ല, വന്ന കാര്യം നടത്താറുണ്ട്. അത് ചെന്നപ്പോൾ ഏരിയ മുഴുവൻ ഞാൻ ഈ കൊച്ചു പറഞ്ഞാൽ ഞാൻ പറയണ ഒറ്റ കാര്യം 2-3 ആൾ ഒത്തിരി പഠിക്കാറുണ്ട്. ചുമ്മാ പറയുള്ളൂ. ഞാൻ പ്രാർത്ഥനത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ മിഷൻ ചലിക്കട്ടെ. അപ്പം തന്നെ ചലിക്കും. 6 കെട്ട് നോട്ട് എടുത്ത് അവർ മേശ വെച്ചു. 6 കെട്ട് നോട്ട് പിന്നെ 1 ലക്ഷത്തിൻ്റെയാണ് എനിക്ക് ഓരോ കെട്ട് എടുത്തു വെച്ചു. ഏറ്റവും ആ വലിയ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, സാറേ ഇത് മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ പൈസ മേടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഉദ്യോഗസ്ഥന്മാരെ ചോദിക്കുക, എന്നോട് ചോദിക്കുക, അന്തം വിട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുക, ഇങ്ങനത്തെ മനുഷ്യനിപ്പോൾ ലോകത്തിലുണ്ടോ? ഞാൻ പറഞ്ഞു ലോകത്തിലെങ്കിലും ഉണ്ട്. ഞാൻ നിങ്ങളുടെ മിഷൻ ചലിച്ചു നോക്കുക. ആര് പറഞ്ഞിട്ട് ചലിച്ചാർന്നോ? ഇല്ല. ഞങ്ങൾ ഇങ്ങനെയുള്ളവനെ കൂടി ചലിക്കുള്ളൂ, ഇങ്ങനെയുള്ളവരെ കൂടിയേ ചലിക്കുള്ളൂ, അല്ലാതെ ചലിക്കില്ല. ചലിക്കണില്ലേ 2 തോണിയില്ല. എല്ലാവരും പറഞ്ഞ പോലെ 2 തോണിയില്ല കൊച്ചു പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞത് നമ്മൾ പൂർണ്ണ സമർപ്പണം ഇല്ലെങ്കിൽ ഒന്ന് ചെയ്യും. ഞാൻ ചോദിച്ചു, ഈ ഒത്തിരി ജാനകുമാരെ ഞാൻ ചോദിക്കാറുണ്ട് സഭയുടെ ഔദ്യോഗിക രേഖ എന്നാണ്. അപ്പോൾ അവർ നേരത്തെ ബേബിയുടെ ഒരു എടുത്തപ്പോൾ പറഞ്ഞ പോലെ അതൊക്കെ പറഞ്ഞു. ബേബി ഔദ്യോഗിക രേഖയെടുത്ത് അവിടെ വെച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചത് അറിയാൻ മേലത്തെ പിന്നെ എന്തിനാണ് ധ്യാനിപ്പിക്കാൻ പോണേ? ഞാൻ ഇവിടെ വിളിച്ച് ചോദിക്കുക, ഞാൻ പഠിപ്പിച്ചതിന് പറയരുത്, അല്ലാത്ത ക്രിസ്ത്യാനി ഒക്കെ ഉണ്ട്, ഒത്തിരി പള്ളി പോണൊക്കെ ഉണ്ട്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക രേഖ എന്നതാണ്. ഞാൻ പഠിപ്പിച്ചതിന് പറയരുത്, ഞാൻ പറഞ്ഞതാണ് അവിടെ കൊടുക്കുന്നത്. ഔദ്യോഗിക രേഖ എന്നതാ. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രമാണ രേഖ എന്നതാ. ആരും ഉണ്ടില്ല, അറിയില്ല. നിങ്ങൾ പാവങ്ങൾ ധ്യാനൂർമാർ ചോദിച്ചിട്ട് അറിയില്ല. പിന്നെ അപ്പം നിങ്ങളുടെ കാര്യം കത്തോലിക്ക സഭയുടെ പ്രമാണ രേഖ ഇതാ. ഇതിനകത്താണ് മാർപ്പാപ്പ ചില ചാക്രിയ ലേഖനമൊക്കെ എഴുതി വിടുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ പിതാക്കന്മാരുടെ അച്ഛന്മാരുടെ പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറയേ. ഞാൻ എൻ്റെ കൂടെ കുറേ ആൾ കാണാൻ പഠിക്കുന്നുണ്ട്. അവരെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞ ഇപ്പം ഫോണൊക്കെ കളയണേ. എൻ്റെ വേണ്ടോളി കുറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നെടുത്ത് ഞാൻ ഈ അങ്ങാടിയിൽ നിന്ന് 1 കിലോ ഉപ്പ് മേടിച്ചു കൊടുക്കുമ്പോൾ മേടിച്ചു കൊടുക്കാൻ അവർ പറയണത്. അവർക്ക് വേറെ പണിയുണ്ട്. യേശുവേ നന്ദി. നമ്മൾ ഞാനെന്തോ മേടിച്ചു കൊടുത്താൽ അപ്പം ശരിയാവുന്ന. നിന്റെ ജീവിതം മാറ്റണം. നിന്റെ ജീവിതം ഫുള്ള് മാറ്റിയാൽ നിനക്ക് തമ്പുരാൻ തന്നോളും. എന്നോട് ഏൽപ്പിച്ചേക്കണത് അവരുടെ ജീവിതം മാറ്റിയിട്ട് പറ, ഞാൻ കൊടുക്കാമെന്ന. ഞാൻ മധ്യസ്ഥനാണ് നിങ്ങളുടെ ഇടയ്ക്ക്. കർത്താവേ ഇത് കൊടുക്കാൻ പറഞ്ഞ് മേടിച്ചെന്നെ ഒരു വ്യക്തിയാണ്. നിന്നർക്ക് കൊടുക്ക്, അവന് വീടില്ല, ഒരു വീട് കൊടുക്ക്. അവന് ജോലിയില്ല, ഒരു ജോലി കൊടുക്ക്. നീ തോന്നിയവനെ ഈ കാണി കർത്താവ് തരുമോ? ഞാൻ പറഞ്ഞാൽ നീ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ചോദിച്ചാൽ നിനക്ക് ജോലി കിട്ടും. ഇവിടെ ആദ്യം വന്ന കണ്ട് എന്തോ ആൾക്കാർ വിദേശം പലയിടത്തും പോയി ജോലിക്ക് പോയി. അവരെന്നോട് പറഞ്ഞാർന്നോ ജോലി ചോദിച്ചാർന്നോ? മെസ്സേജ് കൊടുക്കല്ലേ അല്ലേ? അവർക്ക് പോയി ജോലി നല്ല ഉത്സാഹം ജീവിക്കുന്നില്ല. ഇപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞാർന്നോ ജോലി വേണമെന്നോ? നിങ്ങൾ എപ്പോൾ കഴിഞ്ഞാലും എല്ലാവരും വിളിച്ചു, രോഗികൾ എല്ലാവരും വിളിച്ചു. രോഗശാന്തി നടത്താൻ പോവാം, വിടുതൽ നടത്താൻ പോവാം. ഏത് പിശാചും ഇപ്പം പോകും, ഏത് പിശാചും ഇപ്പം പോകും. ഏത് രോഗവും ഇപ്പം സൗഖ്യപ്പെടും. ഇവിടെ നിന്നൊക്കെ കേട്ടി ചെയ്യും. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാം. ഇന്ന് ഒരു നിമിഷം ഈശോ എന്തെല്ലാം മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മാറ്റിക്കളഞ്ഞ് ഈശോട് പറ. ഈശോ എൻ്റെ കയ്യിൽ തപ്പും ചോറൊക്കെ അങ്ങ് ഏറ്റെടുത്തല്ലേ. എനിക്കിഞ്ഞൊന്നും വേണ്ട, എനിക്കിഞ്ഞൊന്നും വേണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി, എനിക്കിഞ്ഞൊന്നും വേണ്ട. അതുകൊണ്ട് അപ്പം ഒരു പ്രതിജ്ഞ എടുക്കുക. കർത്താവിൻ്റെ ആഗ്രഹം ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നീ രക്ഷപ്പെട്ടാൽ തന്നെ പോലെ നിന്നെക്കൂടി ഒരുപാട് വ്യക്തി രക്ഷപ്പെടുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശബ്ദം ചെയ്യണം. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് എന്നോട് ചെയ്യണ്ട. യേശുവേ നന്ദി. യേശു നീ
എല്ലാവരും ഓർക്കപ്പെടണം. അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരട്ടെ. പുതിയ സൃഷ്ടിയായി ഞാൻ മാറട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. യേശുവേ, അങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് അയക്കണമേ. ഞാനൊരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ട് പാപത്തെ പറ്റിയും നീതിയെ പറ്റിയും അന്ത്യവിധിയെ പറ്റിയും എന്നെ പഠിപ്പിക്കട്ടെ. എനിക്ക് വേണ്ടി അവർ വാദിക്കട്ടെ. എനിക്ക് വേണ്ടി അവർ പണിയെടുക്കട്ടെ. എനിക്ക് വേണ്ടി അവർ അധ്വാനിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എന്റെ കയ്യെ പിടിച്ചു, എന്നെ കയ്യെ പിടിച്ചു, എന്നെ സ്വീകരിച്ചു, എന്നെ കയ്യെ പിടിച്ചോണ്ട് അങ്ങ് നയിച്ചോളൂ. ഇതാ ഞാൻ എന്നെ സ്വീകരിച്ചു കൊള്ളുക. വെടിക്കുട്ടി പോലെ സൂക്ഷിച്ചോടെ സ്വീകരിച്ചു. പശാല സ്വീകരിച്ചു, പശാല സ്വീകരിച്ചു, സ്വീകരിക്കും, പശാല സ്വീകരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാം ചിന്മയുടെ കെട്ടികൾ അഴിഞ്ഞു പോകട്ടെ. എല്ലാം ചിന്മയുടെ കെട്ടികളും അഴിഞ്ഞു പോകട്ടെ. മലക 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 ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും ശമിപ്പിക്കട്ടെ. എന്നൊന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഒരുപാട് നാൾ സ്വീകരിച്ചിട്ട് മാറാത്ത രോഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് ആ രോഗികൾ അങ്ങനെയുള്ള എന്നോട് പറയണ്ട. ആ രോഗി അങ്ങനെയുള്ള സ്വീകരിച്ച് മരിച്ചാലും രോഗം മരിച്ചാലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരും ഒക്കെ ഇങ്ങോട്ടും മുന്നിലേക്ക് കയറുക. അങ്ങോട്ട് കടന്നുക. ബാക്കിയുള്ള സൈഡ് നോക്കി കൊടുത്ത് മുന്നിലേക്ക് വരട്ടെ. മുന്നിലേക്ക് വാ. എല്ലാവരും പാടിച്ചോണ്ട് വന്നേ. എന്നെ തൊട്ട അനുഗ്രഹിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് വന്നേ. അങ്ങനെ
Ora ba 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 ba. Ore besleri geri barbe. Ori gana şileri neleri garaba. Ori galarana şileri garaba garaba şileri ga. Ora ba 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 ba. Ori galarana şileri geri barba şileri ge. Ora balarana şileri geri barba şileri ga. Ora balarana şileri ga. Ora balarana şileri geri ba. Ora başileri geri barba şileri ga. Ora ba 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 ba. Ora ba 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 ba. Ori kana raba. Ori kana raba. Ori kana seleri garba. Ori kana raba seleri geri bara bara bara. Ori galarana seleri geri bara seleri ga. Ora balara seleri geri bara ba 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 ba. Ori barana seleri galara ba. Ora baleri bara seleri geri ba. Ora ba 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 ba. Ori galara seleri geri ba 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 ba. Ori galarana seleri geri bara ba. Ora ba seleri geri bara seleri geri ba. Ori balarana seleri geri bara seleri ba. Ora banala raba seleri ge. Ba 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 raba seleri geri ba. Ori galarana seleri geri bara 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 seleri ba. Ori ba 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 ba. Ori galarana seleri geri bara bara seleri ba. Ori balarana seleri geri bara bara seleri ba. Ora ba 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 ba. Ora ba 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 ba. Seleri bara ba. Ori galarana seleri gara bara seleri ba. Ori galarana seleri bara seleri അങ്ങോട്ട് പോയിട്ട് കയറി അവിടെ കസേരയിലിരുന്ന് അന്ന് കേട്ടോ
Ori galarana sheleri geri bara bara basheleri bara baba baba basheleri galara baba 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 ori gana sheleri gara baba ora baba 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 ori gana raba sheleri pasto ori ke sheleri baba ori balarana sheleri ori balarana sheleri geri bara bara basheleri ora baba 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 ora basheleri galara baba baba